കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാത്ഭുത കഥകൾ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മറ്റ് ഭക്തർക്ക് കൂടെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ സത്സംഗ രൂപേണ കൊണ്ടുപോകുന്ന ഒരു ചാനലാണ് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ. അതിനൊപ്പം തന്നെ പല വ്യക്തിത്വങ്ങളും ഭഗവാനുമായിട്ട് വളരെ ബന്ധമുണ്ട്, അവരൊക്കെ പലർക്കും അറിയില്ല. അവരെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് ചാനലിൻ്റെ ലക്ഷ്യം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് രാമചന്ദ്രൻ നായരാണ്. അദ്ദേഹം ഭഗവാനുമായിട്ട് വളരെ ബന്ധം, ഏകദേശം 50 വർഷത്തോളം ബന്ധമുള്ള ആളാണ്. പഴയ ആളുകളിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കൊച്ചിലെ തൊട്ട് കാണുന്ന ആളാണ്. ഭഗവാനുമായിട്ട് ഇത്ര ബന്ധമുള്ള, അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാൾ അദ്ദേഹം തന്നെ ഭഗവാനുമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കും. അപ്പോൾ എന്നെ ഈ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഭഗവാന്റെ ആയിട്ടുള്ള ബന്ധം ഭക്തർക്ക് വേണ്ടി സംസാരിക്കും. ആദ്യമായിട്ട് ഈ ചാനലിൻ്റെ ആളെന്ന നിലയ്ക്ക് നിങ്ങൾക്കും ഇതിൻ്റെ സഹപ്രവർത്തകർക്കും നന്ദിയും കടപ്പാടും അർപ്പിച്ചുകൊണ്ട് പിന്നെ ഈ ചാനൽ ചെറിയ കാര്യങ്ങൾ കുറച്ച് പറയാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഒരു 1974 കള്ളിക്കാട്ട് വന്ന് വിവാഹം കഴിച്ചു. എൻ്റെ സ്വന്തം സ്ഥലം പേഴുമൂട് കൈതയ്ക്കലെന്ന് പറയും, അവിടെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ കഴിഞ്ഞവരവേ ഇവിടെ വന്ന് വിവാഹം കഴിക്കുകയും ഇവിടുന്ന് ഞാൻ എൻ്റെ ഭാര്യയും ഞാനുമായിട്ട് കുറച്ചു കാലം തമിഴ്നാട്ടിൽ ചെറിയ ജോലിയും പിന്നെ ബിസിനസ്സും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയതിന് ശേഷം ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ എൻ്റെ കൂടെ പറഞ്ഞ് ഇവിടെ ഒരു ദിവ്യനായ ഒരാൾ പനമുട്ടിൽ സ്വാമി എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൽ ചെന്ന് കണ്ടാലെന്ത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കാണാം. ഒരു ദിവസം രാവിലെ ഞാൻ ഒരു 7 മണിയാവും, 7 മണിയായപ്പോൾ വന്നപ്പോൾ പനമൂട്ടിലല്ല, എൻ്റെ ഇപ്പം ഇരിക്കുന്ന യോഗാശ്രമത്തിൻ്റെ അവിടെ ഇന്ന് കാണുന്നത് പോലെ ഒന്നുമില്ല, ഒരു കുടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുൽക്കുടിൽ. അത് അവിടെ സ്വാമിയാണെന്ന് അറിയാൻ കഴിയില്ല. അന്ന് മുടിവെട്ടുമായിരുന്നു. അതെ, പകുതി മുടിയുള്ള ഷേവ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒലയിൽ കുറേ പിന്നെ ചാമ്പ്രാണിക്കൂടും ഒക്കെ വാരിയിട്ട് ഒല ഊതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് സ്വാമി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു നെല്ലി ഉണ്ടായിരുന്നു, ആ നെല്ലിയുടെ മൂട്ടിൽ അങ്ങനെ ചാരി നിന്ന് കുറേ നേരം പോയി. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നിന്നപ്പോൾ ഭഗവാൻ എന്നോട് ചോദിച്ച്,
പിന്നെ പിള്ളേ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ സ്ഥിരതാമസക്കാരനല്ല, തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്, ഇവിടെ വന്ന് വിവാഹം കഴിച്ച് താമസിക്കുകയാണെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ് എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? ഞാൻ എൻ്റെ അടുത്ത് നിന്നാണ് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞു. ആ ശരി. അപ്പോൾ എൻ്റെ കുടുംബവിശേഷങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ വന്ന് വിവാഹം കഴിച്ചാൽ എൻ്റെ സ്വന്തം സ്ഥലം പേഴമൂട് കൈതക്കൽ എന്നുള്ള സ്ഥലത്താണ്. പിന്നെ ഞങ്ങൾ 3 പേരുണ്ട്. എൻ്റെ ചേച്ചിയും ഒരു ചേട്ടനുമുണ്ട്. ഞങ്ങൾ പിന്നെ 2 പേര് തമിഴ്നാട്ടിലാണ്. എൻ്റെ ചേട്ടനും ഞാനും തമിഴ്നാട്ടിലാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മാവൻ്റെ കൂടെ ആയിരുന്നു. അതിന് കാരണം എൻ്റെ അച്ഛൻ ഒരു ധനികനായിരുന്നു, ഒരു കൊട്ടാരത്തിലെ ജീവനക്കാരനും വളരെ സമ്പത്തുള്ള ഒരാളുമായിരുന്നു. ഏകദേശം 300 ഏക്കറോളം സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അത് പിന്നെ ചുരുങ്ങി ഒരു 127 ഏക്കറിൽ വന്നു. അപ്പോൾ ഈ സമയത്ത് എൻ്റെ അച്ഛൻ്റെ സഹോദരി ഒരാളുണ്ടായിരുന്നു. ആ സഹോദരിയുടെ മക്കൾ 8 പേരുണ്ട്. 8 പേർക്കായിട്ട് മരുമക്കത്തായ സമ്പ്രദായത്തിലൂടെ ഇതിനെല്ലാം അവർ തട്ടി 1 സെൻറ്റ് ഭൂമിയോ കിടപ്പാടമോ ഇല്ലാതായി. അപ്പോൾ അങ്ങനെ വളരെ ദുരിത ജീവിതമായപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാതെയും പഠിക്കാൻ പറ്റാതെയൊക്കെ ആയി. ഞാനിവിടെ കുറ്റിച്ച സ്കൂളിൽ ഒരു 4ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് സ്ഥലം വിടുന്നത്. അമ്മാവൻ്റെ കൂടെ തമിഴ്നാട്ടിൽ പോയി അവിടെ ഏകദേശം 15 വർഷത്തോളം താമസിച്ചു. 15 വർഷത്തോളം താമസിച്ചപ്പം അമ്മാവൻ വിളിച്ചു ഇവിടെ കൊണ്ടുവന്ന് കള്ളിക്കാട്ടുള്ള നിങ്ങൾക്കറിയാമായിരിക്കും, കണ്ടക്ടർ ശശി എന്ന് പറയും. പിന്നെ അയാളുടെ സഹോദരിയെ, മൂത്ത സഹോദരിയെ എനിക്ക് വിവാഹം കഴിച്ചു തന്നു. ഞാനും അങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് വീണ്ടും പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് കാര്യമൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഞാൻ പോയിട്ട് എനിക്ക് അവിടെ സ്ഥിരമാക്കാൻ പറ്റിയില്ല, വലിയ ഗുരുതര അവസ്ഥയിലാണ്, ഇനി പോകുന്നതെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ വന്ന് ദിവസവും ഇവിടെ വന്നിരിക്കുമായിരുന്നു. രാവിലെ വരും. പുള്ളിയുടെ നിങ്ങളെ അച്ഛനും ഇവിടെ ഇപ്പുറത്ത് പശുവും മേച്ചുകൊണ്ട് നിൽക്കും, ഞാൻ അപ്പുറത്തിരിക്കും, ഇദ്ദേഹം ഇപ്പുറത്തുനിന്ന് കാര്യം ഞങ്ങൾ 2 പേരും കൂടെ അങ്ങോട്ടും ഞാൻ പരസ്പരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് നിങ്ങളെ അച്ഛനെ പിന്നെ കണ്ടിട്ടുണ്ടാവുള്ളേ? ഇല്ല. എന്നാൽ ഈ ആഴ്ച എന്നെ കാണാൻ പറ്റും. അത്ഭുതമാണേ, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ എന്നെ അന്വേഷിച്ച് എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ അങ്ങ് സന്യാസം സ്വീകരിച്ച് അവധൂതനാണ് പിള്ളേ നിങ്ങളെ അച്ഛൻ എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ എങ്ങനെ സംഭവിക്കാൻ പോകുന്നു, ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിച്ച്. യഥാർത്ഥത്തിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ അന്വേഷിച്ച് എൻ്റെ അച്ഛൻ വന്ന് വീട്ടിൽ വന്ന് ഇങ്ങനെ പലരെയും കാണിച്ചു കൊടുത്ത്. രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഇവിടെ ഒന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ, ഏതാണെന്ന് പല രാമേന്ദ്രന്മാരെയും കാണിച്ചിട്ട് ഇതൊന്നും അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കണ്ടുപിടിച്ച് ഉടനെ അവിടെ നിന്ന് ഭക്ഷണവും പിന്നെ മുഷിഞ്ഞ വസ്ത്രമായിരുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ ഷർട്ടും മുണ്ടുമൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ അവിടെ ഒരു ദിവസം രാത്രി കിടത്തി. നേരം പുലരുന്നതിന് മുമ്പ് എണീറ്റ് പോയി കളഞ്ഞു. അപ്പോൾ പിന്നീട് ഒരിക്കൽ കൂടെ വന്നു, അതേപോലെ വന്ന് അച്ഛനെ കാണാൻ കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് വരുമ്പോഴേ നിങ്ങളെ അച്ഛൻ ഇവിടെ വന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടും എന്ന് പറഞ്ഞ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പറയാത്ത കാര്യം ഭഗവാൻ ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ എവിടെയൊക്കെയോ ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടന്നയാളാണ്. തമിഴ്നാട്ടിൽ പലയിടത്തും പോയിട്ടുണ്ട്. കാഞ്ചി കാമകോടി പീഠം എന്നൊക്കെ പറയുന്ന ആൾ. പിന്നെ അതുപോലെ കന്യാകുമാരിയിലും IM എന്ന് പറയുന്ന അവരെവിടെ പോയി. പിന്നെ ഒരു വലിയൊരു വനത്തിനകത്ത് ഒരു ഗുരുവുണ്ട്. അങ്ങേരിരിക്കുന്നത് പിന്നെ സ്വർണ്ണ കസേരയിൽ പീഠം, കാല് വയ്ക്കാൻ പീഠമൊക്കെ കിലോ കണക്കിന് സ്വർണ്ണത്തിലുണ്ടാക്കി വെച്ചതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ കണ്ടപ്പോഴും അപ്പോൾ അവരൊക്കെ മറ്റുള്ളവരെ ധനം സ്വീകരിച്ച് ജീവിക്കുന്നവരാണ്. ഇതുപോലെ മറ്റുള്ളവർക്ക് കൊടുത്ത് ജീവിക്കുന്ന ഒരു ഗുരുവിനെ കാണാൻ ലോകത്തൊരിടത്തും കാണാൻ പറ്റിയില്ല. അപ്പോൾ അത്തരത്തിലൊരു ഗുരുവിനെ കണ്ടെത്താൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതി ഞാൻ അവിടെ വന്നിരുന്ന് അദ്ദേഹം എനിക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനിവിടെ വരുമ്പം പറഞ്ഞ് അദ്ദേഹം ഇവിടെ ഇല്ല, അമ്മ മരിച്ചുപോയി, അപ്പോൾ അങ്ങ് പോയിരിക്കുകയാണ്, പോത്തങ്കോടാണ് സ്ഥലം, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ആദ്യമായിട്ട് പറയണം. അപ്പോൾ ഈ മണിയൻപിള്ള എന്നും പറഞ്ഞ ഒരാളിവിടെ ഉണ്ടായിരുന്നു, ആ ചാനലിൻ്റെ ഒരു താമസം, അയാളാണ് എൻ്റെ കൂടെ പറഞ്ഞു. അപ്പം നമുക്ക് പോകാമോ എന്ന് ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞു.
അന്നിവിടെ ആൾക്കാരൊന്നും ഇല്ല. ആകപ്പാടെ 1-2 പേര് കത്തിരാവാൻ കൊണ്ടുവരും, അതിനെ രാവി കൊടുക്കും, അത് അവിടെ ഇരിക്കും. അങ്ങനെയുള്ള കാലമായിരുന്നു. എന്നിട്ട് പോയി അവിടെ ചെന്നപ്പോഴേ പിന്നെ ഭഗവാൻ പറഞ്ഞ് എന്തിനുള്ളേ വന്നേ? അത് അമ്മ മരിച്ചതറിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ എന്തായാലും ഇന്നിനി പോണ്ട, ഇവിടെ കിടക്കണം, രാവിലെ പോയാൽ മതി, ഇനി ബസ്സൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങളെന്തായാലും ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് എന്നെ കൂടെ പിടിച്ച് കിടത്തി. അന്ന് കിടക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല അവിടെ. ഒരു ഷെഡ് പോലെ നീളത്തിന് ഇപ്പം ഇരിക്കുന്നില്ല ക്ഷേത്രം, അതിൻ്റെ ആ സൈഡിൽ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, ചെറിയ ഒരു കൂര. അവിടെ 2 പേർക്ക് ഞെരുങ്ങി കിടക്കാനേ പറ്റൂ. ഒരാൾ കിടന്നാൽ പിന്നെ ഒരാളിന് കിടക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഒരു പായിൽ തന്നെ എന്നെയും കൂടെ കിടത്തി. മറ്റേ മണിയൻ പിള്ള എന്ന് പറയുന്ന അയാളുടെ പറഞ്ഞ് നിങ്ങളപ്പുറത്തെങ്ങാനും ചെന്ന് കിടക്കുകയും പിള്ളേ എന്ന് പറഞ്ഞ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങി പിറ്റേന്നാൾ ഉണർന്നപ്പോൾ പിന്നെ വണ്ടിക്കൂലിക്ക് കാശൊക്കെ ഉണ്ടോ ഉള്ളേ? ഞാൻ പറഞ്ഞു കുറച്ച് പൈസയൊക്കെ കൊണ്ട് തന്നെ വന്നത്. ഇതിരിക്കട്ടെ എന്നും പറഞ്ഞ് എത്രയെന്ന് ഓർമ്മയില്ല തന്നു. അതൊക്കെ എടുത്ത് കാപ്പിയും കുടിച്ചുകൊണ്ട് വേണം പോകാൻ. പിന്നെ പോത്തൻകോട്ടിൽ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ബസ്സിൽ കയറി പൊക്കോളി എന്ന് പറഞ്ഞു. ഇഞ്ഞ് പോന്നു. ഇവിടെ വന്ന് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഇവിടെ വന്നു കള്ളിക്കാട്ട് വന്നപ്പോൾ വീണ്ടും പഴയതുപോലെ ഞാനവിടെ വന്ന് സ്ഥിരമായിട്ട് ഇരിപ്പോടായി. അപ്പോൾ എൻ്റെ കൂടെ ചോദിച്ച് പണിയൊന്നും അറിഞ്ഞൂടെ ഉള്ളേ? ഞാൻ ഇവിടെ അല്ലെങ്കിൽ കത്തിരാവാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് പിന്നെ എനിക്ക് തയ്യലറിയാം, ഞാനവിടെ തമിഴ്നാട്ടിൽ തയ്യലായിരുന്നു, തയ്യലറിയാം, എങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു മെഷീനും എടുത്ത് വെച്ച് തുടങ്ങിയും പിള്ളേന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരാൾ വന്ന് എൻ്റെ കൂടെ പറഞ്ഞു, അവിടെ രാഘവപ്പണിക്കരെന്ന് പറയുന്ന ഒരാളിന് പഴയ ചന്ത, ഇപ്പോഴത്തെ പഴയ ചന്തയിലൂടെ ഒരു ജൗളിക്കട ഉണ്ടായിരുന്നു. ആ ജൗളിക്കടയിലെ ഫ്രണ്ടിൽ എനിക്ക് ഒരു സീറ്റ് തരാം, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പോൾ പോകുമ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞു, അവന്മാരൊന്നും ശരിയല്ല, അവിടെ കുറേ കാലം ഒന്നും ഇരിക്കാൻ പറ്റൂല, നിങ്ങൾ അടുത്തെവിടെയെങ്കിലും ഒരു മുറി അഡ്വാൻസും കൊടുത്തിട്ടേക്കണം. എപ്പോഴാണോ യവന്മാരൊക്കെ വിധം മാറണേന്ന് അറിഞ്ഞിട്ട് അതുകൊണ്ട് ആ മുറിയിൽ മാറാൻ കണക്കാക്കി ഒരു മുറി എടുത്തിട്ടൊക്കെയെന്ന് പറഞ്ഞു. 15 രൂപ വാടകയ്ക്ക് ഞാനൊരു മുറിയെടുത്തിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവന്മാർ സംഭവം പറഞ്ഞു. നേരത്തെ മുൻകൂട്ടി അറിയാമല്ലോ ഭഗവാൻ. പിന്നെ എൻ്റെ കൂടെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ മാറണം. ആദ്യമായിട്ട് എനിക്ക് തന്നെ ഒരു കിഴിച്ചിൽ അടിച്ചുകൊണ്ട് വരണം, വല്ലതും ഉണ്ടെങ്കിൽ ഇട്ട് ഇവിടെ കെട്ടി ഇടുപ്പിൽ തൂക്കി ഇടാനാണ്, അത് കണക്കാക്കി അടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഉദ്ഘാടനത്തിന് അപ്പുറത്തെ കടയിൽ പോയപ്പോഴാണ്. അപ്പോൾ ഒരു 10-ാം ഉദയത്തിൻ്റെ അന്ന് രാവിലെ സൂര്യോദയത്തിന് മുമ്പ് തുടങ്ങാൻ പറഞ്ഞു. എൻ്റെ കൂടെ ഒരു വിളക്കം കത്തിച്ച് വെച്ച് നിങ്ങൾ തുടങ്ങിയാൽ മതി, ഞാൻ വരണ്ട, അവിടെ ശരിയായ നല്ല ആൾക്കാരല്ല താമസിക്കുന്നത്, ശരിയല്ല, ആ സ്ഥലമൊന്നും ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ തുടങ്ങിക്കോളിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഇത് ആദ്യം ഭഗവാനെ എന്നെ തച്ച് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ എനിക്ക് 5 രൂപ പഴയ നോട്ട് എടുത്ത് തന്നു. 5 പൈസയുടെ വിലയുള്ളതല്ലേ അത്, തന്നു. ഞാനത് വാങ്ങിയിട്ട് അങ്ങ് പരിപാടി തുടങ്ങി നാൾക്ക് നാൾ ഇങ്ങനെ പിന്നെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു തയ്യൽ. ഒരു പരിചയമില്ലാത്ത സ്ഥലവുമാണ് എനിക്ക്, പരിചയമില്ല, ആൾക്കാരുമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഇത്രയൊക്കെ അങ്ങനെ ധാരാളം ആൾക്കാരിങ്ങനെ തുന്നൽ തുന്നാൻ വേണ്ടി സാധനങ്ങൾ കൊണ്ടുവന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെ. അപ്പോൾ ഭഗവാൻ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി അതുവഴി ഡാമിലേക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ അവിടെ വന്നിട്ട് 2-3 രൂപയൊക്കെ കയ്യിലിരിക്കും, അതിനെ എൻ്റെ തന്നിട്ട് പോകും, ഇതിരിക്കട്ടെ പിള്ളേ എന്ന് പറയും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പൈസയൊക്കെ ഉണ്ട് വേണ്ടെന്ന്. അത് നിങ്ങളെ നിങ്ങളെ ആവശ്യം, ഇത് എൻ്റെ ആവശ്യം, ഞാൻ തരണമെന്ന് പറയും. ശരി വാങ്ങിക്കും. അപ്പോഴേ ഞാനും കൂടെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് പോകും, കടയൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഞാനും കൂടെ പോയി അവിടെ ചെന്ന് പിന്നെ തേക്കലിറങ്ങി കുളിച്ച് എനിക്ക് വേണ്ടുന്നെല്ലാം വാങ്ങിത്തരും. വാങ്ങിത്തന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സ്റ്റീവൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ ചായക്കടയായിരുന്നു. പെഞ്ഞങ്കടയിൽ. അതെ, അയാളെ ചായക്കടയിൽ കയറി ചായയും കുടിച്ച് ഒരു കടിയൊക്കെ വാങ്ങിച്ച് തന്നിട്ട് പറയും, ബസ് കിട്ടുകയാണെങ്കിൽ കൂടെ നിന്നിട്ട് നമുക്ക് ബസ്സിൽ പോവാം.
അല്ലെങ്കിൽ നടന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു വന്ന് ഇവിടെ കള്ളിക്കാട് ജംഗ്ഷൻ വരെ വരുമ്പോഴേ എൻ്റെ കൂടെ ചില ദിവസം പറയും നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ, ചില ദിവസം പറയും പിന്നെ വരി അവിടെ ചെന്ന് കിടക്കാം, കുറേ നേരം കിടന്നിട്ട് പോവാം. അങ്ങനെ ഇവിടെ വന്നൊരു ചാക്ക് കെട്ടാണ് മറച്ചിരിക്കുന്നത്, അതെ, അല്ല ഒന്നുമില്ല. അപ്പോൾ ഈ ചാക്ക് കെട്ടിനുള്ളിൽ ഞാനും അദ്ദേഹവും കൂടെ, അദ്ദേഹം അങ്ങ് മുറിക്കകത്ത് കയറിയിരിക്കും, ഞാൻ പുറത്തിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ ശബരിമല പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പറയാം ഇങ്ങനെ എനിക്ക് പോകാനൊരു ആഗ്രഹമുണ്ട്, പോകണമെന്ന്. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ അപ്പം ധ്യാനത്തിലായിരുന്നു അദ്ദേഹം. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ എനിക്ക് ശബരിമല പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഞാൻ ഇതുവരെ പോയിട്ടില്ല, കണ്ടിട്ടുമില്ല, എനിക്കൊരു കേട്ട് കഴിയുകയുള്ളല്ല, ഒന്നും അറിയില്ല. അതിനെന്തുള്ളേ ഒരു 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് വേണം പോവാൻ. ആദ്യമായിട്ട് പോകണമല്ലേ? എന്നാൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോകാൻ നേരത്ത് എനിക്കൊരു 5 രൂപ എടുത്ത് തന്നിട്ട് ഇത് കെട്ട് സാധനങ്ങൾ നിറയ്ക്കാനുള്ള കാശ് ആണ്, ഇത് വാങ്ങിച്ചോളണം. അന്ന് വളരെ ചുരുങ്ങിയ കാശുകൾ 7 രൂപ കൊടുത്ത് അന്ന് ചാലക്കയം വരെ വണ്ടി പോകും, 7 രൂപ കൊടുത്ത്. അപ്പോൾ കരുണാകരപിള്ള എന്ന് പറയുന്ന ഒരാളിന് ചായക്കട ഉണ്ടായിരുന്നു, അയാളെ നിന്ന് ഒരു 90 രൂപ അയാളെ അന്ന് വിറ്റ കാശുണ്ടായിരുന്നുള്ളൂ. ആ പൈസ വാങ്ങിച്ച് എനിക്ക് തന്ന് വണ്ടിക്കൂലിക്ക് വെച്ചോളിയും പിള്ളേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭഗവാനെ വേണ്ട, എനിക്ക് 100-150 രൂപ കൈ ഇരിക്കണം, അത് മതി എന്ന് പറഞ്ഞു. അല്ല ഇതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, ഉണ്ടല്ല, ഇനി കടം വാങ്ങിച്ച് അത് സ്വന്തമായി കടം വാങ്ങിച്ച് തരുന്നത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു കൊടുത്ത് അയാൾക്ക് എന്നെ കൊടുത്തിട്ട് ഞങ്ങളങ്ങ് മുടിപ്പെരയിൽ വെച്ചായിരുന്നു കെട്ടി ആദ്യമായിട്ട് പോവുകയാണ്. ബസ്സിൽ കയറി പോയി അവിടെ ചാലക്കയത്തിറങ്ങി, ചാലക്കയത്ത് നടന്നാണ് പോവേണ്ടത്. അപ്പോൾ തലേദിവസമേ പറഞ്ഞ് പിള്ളേ നിങ്ങൾ അവിടെ ചെന്ന് ഒരു ദിവസം കിടക്കണം, ആ ഭൂമിയിൽ ഒരു ദിവസം സന്നിധാനത്ത് എവിടെയെങ്കിലും ഒരിടത്ത് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറ്റേ ഷെഡുകൾ കെട്ടി വെച്ചിരുന്നു, അതിനകത്ത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നവന്മാർ. അതിനകത്ത് കയറി ഒരു ദിവസം കിടന്ന് പിറ്റന്ന് വീണ്ടും ദർശനമൊക്കെ 2-3 പ്രാവശ്യം. അന്ന് ഇതേപോലെ തിരക്കൊന്നുമില്ല, 2-3 പ്രാവശ്യം. പിന്നെ ശബരിമല ക്ഷേത്രത്തിൽ കയറി ഭഗവാനെ നല്ലപോലെ ദർശിക്കാൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഭഗവാൻ ടി വി കൂടെ കാണുന്ന പോലെ കാണുകയാണ്. ഇന്നതൊക്കെ സംഭവിച്ചില്ലേ ഉള്ളേ എവിടെ പോയപ്പോൾ? തലവേദന എടുത്തില്ലേ ഉള്ളൂ? തലവേദന എടുത്ത് തന്നെ കിടന്നതെന്ന് പറഞ്ഞു. സുഖമായിട്ട് വന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു തേങ്ങ കൂടെ മാറ്റിക്കൊണ്ട് വരണം, തിരിച്ചു വരുമ്പോൾ തോട്ടിലിറങ്ങി കുളിച്ചിട്ട് ആ തേങ്ങയും കൊണ്ടുവരാൻ പറഞ്ഞു. തേങ്ങ മാറ്റിക്കൊണ്ടുവന്ന് തേങ്ങയും കൊണ്ടുവന്ന് അവിടെ ഒരു ചെറിയ കല്ലിട്ടിരുന്നു ആ നടയിൽ. ആ കല്ലിൽ തേങ്ങ അടിക്കാൻ പറഞ്ഞു. ഭഗവാൻ തന്നെ ഊരിക്കുന്നു, ഇത് തേങ്ങ അടിച്ച ഉടനെ എന്നെ മാല ഊരി എന്നിട്ട് അകത്ത് കയറിയിരിക്കാം. അപ്പം ഞാൻ നനഞ്ഞ തുണിയാണ് ഉടുത്തിരുന്നത്. അപ്പോൾ വേറെ തുണിയൊന്നും മാറ്റം കൊണ്ടുവന്നില്ലേ ഉള്ളേ? ഇല്ല. ശരി, ഞാൻ പോയിട്ട് നേരെ ഇനി വരെയാണ്, അല്ല വീട്ടിലൊന്നും കയറിയില്ല, നേരെ. അപ്പോഴദ്ദേഹം എന്ത് ചെയ്തു, ഒരു പേശ വാങ്ങി, ശംഖുമാർക്ക് പേശ എന്ന് പറയും പണ്ടത്തെ, ഒരു മഞ്ഞ പേശ എടുത്തുകൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞ് ഇത് ഉടുത്തോളി. അതിനെയൊക്കെ ആ നനഞ്ഞ തുണിയൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് എവിടെയെങ്കിലും ആ വേലയിൽ കൈതക്കൂടലുണ്ടായിരുന്നു ഇവിടെ, ആ കൈതക്കൂടലിൻ്റെ പുറത്തെങ്ങാനും ഇടാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ കയറി ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ തരാം. ഞാൻ ധ്യാനിക്കുന്നിടത്ത് ഒരു തടുക്ക് കിടപ്പുണ്ട്, ആ തടുക്കിൻ്റെ പുറത്ത് കയറി കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു. ചില മന്ത്രോപദേശങ്ങൾ തന്നു ഭഗവാൻ. മന്ത്രോപദേശങ്ങൾ തന്ന് 1 മണിക്കൂർ അതിനകത്ത് ധ്യാനിക്കാൻ പറഞ്ഞു. ഈ മന്ത്രങ്ങൾ ഉരുവിട്ട് ധ്യാനിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെയൊക്കെ ചെയ്തു. എന്തെങ്കിലും കണ്ടോയെന്ന് ചോദിച്ചു. കണ്ടത് പുറത്ത് പറയും വേണ്ട. കണ്ടോയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു പലതും കണ്ടു. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും കാണുകയും ഒക്കെ ചെയ്തു. പക്ഷേ പുറത്ത് പറയരുത്, ആരോടും പറയരുത്. ഈ ഞാൻ ഉപദേശിച്ചു തന്നത് മറ്റൊരാളിന് ഉപദേശിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഞാൻ ഇന്നുവരെ ഉപദേശിച്ചിട്ടില്ല, കണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ കൂടെ ഇപ്പോൾ ഇദ്ദേഹവും ഒരു കുറേ ആൾക്കാരുമായിട്ട് ഇവിടെ അഗസ്ത്യർകൂടത്തിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഭഗവാനെ എനിക്കും അഗസ്ത്യർകൂടത്തിൽ വരണമെന്ന് വലിയ താല്പര്യമുണ്ട്. പിന്നെ
കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഈ കുന്നും മലയും ആളില്ലാത്ത സ്ഥലത്തൂടെ വന്യമൃഗങ്ങളുള്ള സ്ഥലത്തൂടെ ഒന്നും പോകാൻ നിങ്ങൾക്ക് കഴിയില്ല ഉള്ളേ എന്നൊക്കെ പറഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ഇനി റെഡി ആയിക്കോളി, ഞങ്ങൾ ഈ പ്രാവശ്യം പോവുകയാണ്, അപ്പം നിങ്ങളെയും കൂടെ കൊണ്ടുപോകാം. അപ്പോൾ ഒരു 41 ആൾ ഉണ്ടായിരുന്നു മൊത്തം, അതിലൊരുത്തൻ ഞാനുമായിരുന്നു. അപ്പോൾ മുമ്പേ നടക്കുമ്പോഴേക്ക് ഈ വഴി അറിയാവുന്ന ധാരാളം പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കരുതിക്കൊള്ളണം, ഭക്ഷണ സാധനങ്ങളെല്ലാം കരുതിക്കൊള്ളണം, തീപ്പെട്ടി മുതൽ അരി ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കരുതിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്ത് ഒരു ചുമട്ടുകാരനെ വെച്ച് ഒരു ചാക്ക് സാധനം എല്ലാം ഒരു കാണിക്കാരൻ്റെ തലയിൽ പിടിച്ചു കൊടുത്ത് അവൻ മുമ്പേ നടന്ന് നമ്മൾ പുറകെ. അപ്പോൾ വഴികാട്ടിയായിട്ട് അന്ന് ഈ ബാലേഷുള്ള എന്ന് പറയും, വീരണകാവ്, അദ്ദേഹം ഉണ്ടായിരുന്നു, തട്ടാമ്പള കോവി, പിന്നെ ഒരു സുഭാഷ്, ഇവിടുത്തെ ഒരു സുഭാഷ് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഈ സ്വാമീസ് പിന്നെ കട വച്ചിരിക്കുന്നില്ലേ പട്ടോളത്തിൻ്റെ അവിടെ, അയാളുണ്ടായിരുന്നു. 3-4 പേരിങ്ങനെ വഴികാട്ടികളായിട്ടുണ്ടായിരുന്നു. അവരെ പിന്നാലെ ഞങ്ങൾ പോയി. അപ്പോൾ ഏറ്റവും പുറകിൽ ഞാൻ വരാൻ പിള്ളേന്ന് പറഞ്ഞു, നിങ്ങളെല്ലാം മുന്നേ പോയി, ഞാൻ ഏറ്റവും പുറകിൽ വരാം. അങ്ങനെ പോയി കുറേ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം നടന്നപ്പോഴും ഒരു പാറയും ഒരു പിന്നെ പുഴയൊഴുകുന്നതും കണ്ട് അതിൻ്റെ താഴെ കൂടെ. അപ്പോൾ ഈ ഏറ്റവും പുറകിൽ വന്ന ഭഗവാൻ പിന്നെ ഈ പാറ പുറത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വേറെ വഴികളൊന്നും ഇല്ലല്ലോ, ഞാൻ സ്വയം പറയണം, പിന്നെ എങ്ങനെ ഈ പാറപ്പുറത്ത് എത്തിയത് എങ്ങനെ? ഈ 41 പേരുടെ പുറകെ അല്ലി വന്നത്, അങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോഴേ അവിടെ ചെന്നിരുന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണപ്പൊതികളൊക്കെ അഴിച്ച് ഭക്ഷണം കഴിക്കണം ഇനി എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടടുത്ത ആ പുഴയിൽ വെള്ളമുണ്ട്, ഭയങ്കര തണുപ്പാണ്, ചൂടാക്കിയേ കുടിക്കാവെന്ന് പറഞ്ഞ് എല്ലാം അതൊക്കെ ചെയ്തിട്ട് അന്ന് കുറച്ച് ദൂരം കൂടെ നടന്നപ്പോൾ ഒരു പാറയപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താ പറയും, എനിക്ക് നല്ല ഓർമ്മയില്ല, 45 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ അവിടെ കയറിക്കിടന്ന് അന്ന്. അപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ നിന്ന് ഈ കായകളൊക്കെ പറിച്ച് വനത്തിനുള്ളിൽ ചെന്ന് കുറേ കായകൾ പറിച്ചു കൊണ്ടുവന്ന് ഈ ആൾക്കാർ കിടക്കുന്നതിന് ചുറ്റും വിതറിയിട്ട് ഞാൻ കിടന്നതിൻ്റെ അടുത്തും അതേപോലെ വിതറിയിട്ട് അവിടെ കിടന്ന് പിറ്റേന്നാൾ അതുപോലെ വീണ്ടും യാത്ര തിരിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഉണ്ടാക്കി തന്നെ കഴിക്കുന്നത് അവരവരുടെ കഴിച്ച് വീണ്ടും യാത്ര തിരിച്ച് പിച്ചമേത്തൻ്റെ അപ്പം എന്ന് പറയുന്ന ഒരു അപ്പം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഒരു ദിവസം കിടന്നു. അദ്ദേഹം കിടക്കുന്ന പ്രത്യേകിച്ചൊരു ഗുഹ പോലുള്ളൊരു പാറചേതാണ്. ബാക്കിയുള്ളവരൊക്കെ പ്രത്യേകമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ അവിടെ കിടന്നിട്ട് 3-ാം നാളാണ് പിന്നെ ഈ പൊങ്കാലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയ. അവിടെ ചെന്ന് ഭഗവാൻ പറഞ്ഞ് പൊങ്കാലയിടിയും ഇല്ല. അവിടെ ചെന്ന് പൊങ്കാലയൊക്കെ ഇട്ട് പിന്നെ മുകളിൽ കയറണം. ഭയങ്കര മഞ്ഞും മഴയുമാണ്, ചിന്നിത്ത മഴയും മഞ്ഞും ഭയങ്കര എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഭയങ്കര മോശമാണ്. എന്നാലും നമ്മൾ പോകുമ്പോൾ കാലാവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നല്ല വേനൽ പോലെയായി, സൂര്യൻ നല്ലപോലെ പ്രകാശിച്ചു. ഞങ്ങളെല്ലാവരും ഈ 41 പേരും അങ്ങ് മോളറ്റം പോയപ്പോൾ എന്നെ കൊണ്ട് കയറാൻ പറ്റുന്നില്ല, വഴുക്കൽ. അതെ. അപ്പം ഈ ഗോപിയും പിന്നെ ഈ സുഭാഷും എല്ലാവരും കൂടെ അവരെ മുണ്ടിനെ അഴിച്ച് കോണ് തിരിച്ച് കെട്ടി നീളത്തിന് കയറ് പോലെ ആക്കി ഇട്ടിയെന്ന് അതിൽ പിടിച്ച് മുകളിലേക്ക് കയറി അങ്ങ് മുകളിൽ കയറി ചെന്ന് അവിടെ ചെന്നിട്ട് പറഞ്ഞ് ഓരോ ഇല, അവിടെ നല്ല പൂങ്കാവനമാണേ മുകളറ്റം, ഇവിടെ നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള നല്ല ഇലകളുണ്ട്. ആ ഇലകൾ പറിച്ച് അതിൽ ധാരാളം പൂക്കൾ പറിച്ച് വയ്ക്കാൻ പറഞ്ഞു. പൂക്കൾ പറിച്ച് വച്ചിട്ട് അവരവർക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ പൂക്കൾ ഈ പീഠത്തിൽ അർപ്പിക്കണമെന്ന് പറഞ്ഞു. ശരി, എനിക്ക് നേരത്തെ പറഞ്ഞു തന്നു, അത് വെച്ച് ഞാൻ ചെയ്തു. പിന്നെ ബാക്കിയുള്ളവർ അവരൊക്കെ ഇഷ്ടപ്പെട്ടത് ചെയ്തു. അപ്പോൾ ഇവർ പീഠമൊക്കെ ഉണ്ടാക്കിയത് അദ്ദേഹം തന്നെ. അതിൻ്റെ മധ്യഭാഗത്ത് ഒരു ശിവലിംഗം പോലെ ഒരു കല്ലെടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ കുറേ കല്ലടുക്കി ഇങ്ങനെ ചതുരത്തിൽ വെച്ചിട്ടുണ്ട്. അവിടെയാണ് സംഭവം. ധാരാളം കാര്യം പറയാനുണ്ട്, പറഞ്ഞാൽ തീരുമില്ല. 2-3 മണിക്കൂർ പറഞ്ഞാലും തീരുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും
നിങ്ങളുടെ സമയം കാരണം പ്രധാനപ്പെട്ട പറഞ്ഞു. അപ്പോൾ ആ മുകളിൽ കയറി എല്ലാവരും ധ്യാനത്തിൽ മുഴുകിയിരുന്നു. ഇപ്പോൾ ഭഗവാന് ധാരാളം പഴവർഗ്ഗങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ഒരു പ്ലേറ്റിൽ വച്ച്, മുഴുവനും പ്ലേറ്റിൽ വച്ച് അതിനെ ഭഗവാൻ അർപ്പിച്ച് കർപ്പൂരം കത്തിച്ച് ദീപാരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പീഠത്തിൻ്റെ പുറത്ത് വച്ചിട്ട് പറഞ്ഞ് എല്ലാവർക്കും പ്രസാദം ഞാനെടുത്ത് തരാം, ആരും തുടരുതെന്ന് പറഞ്ഞു. ഒരാൾ എന്ന് തൊട്ടതിൽ അയാൾ പെട്ട പാട് ദൈവം സഹിക്കില്ല. ഇവിടെ വന്നിട്ടും അയാൾ വിറയലും തുള്ളലുമാണ്. ആളിനെ പറയില്ല, ആരോ ആയിക്കോട്ടെ. അതെ. ഞാനും ഇവിടെ വന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഇയാൾക്ക് വിറയൽ. ചോദിച്ചപ്പോഴും ഒന്നും പറയാൻ കഴിയുന്നില്ല. ഇയാൾ അന്തരീക്ഷത്തിൽ നിൽക്കും പോലെ നിൽക്കുന്നത്, കാല് തറയെ തൊടുന്നില്ല. അപ്പോൾ ഇയാൾ വഴിതെറ്റി ഒരു പാറപ്പുറത്ത് നിന്നിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാമെന്ന് പിന്നെ ഈ വന്നവർ എന്നെ തിരിച്ചു പോയി ഇയാളെ അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഇയാളെ കാലൊക്കെ നീരൊക്കെ കയറി വലിയ ബുദ്ധിമുട്ടിലായി. അങ്ങനെയൊക്കെ തിരിച്ചെത്തി ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മകന് 3 വയസ്സായി, അപ്പോൾ എഴുത്ത് പഠിപ്പിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു, ആദ്യാക്ഷരം പഠിപ്പിക്കണമെന്നുണ്ട് പറഞ്ഞു. അപ്പം നിങ്ങൾ എന്നെ എഴുതി പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനെ സമ്പ്രദായമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ എഴുതി പഠിപ്പിച്ച് അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെ കുഞ്ഞ് 3 വയസ്സായി. 3 വയസ്സായപ്പോൾ അവൻ്റെ കാര്യം ഒന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ, ഞാൻ എഴുതി പഠിപ്പിക്കാൻ പിള്ളേ കൊണ്ടുവരാം. അപ്പം ഞാൻ കൊണ്ടുവരാൻ നേരത്തെ എൻ്റെ അളിയൻ്റെ മോനെ കൂടെ കൊണ്ടുവരണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളെ കൂടെ കൊണ്ടുവന്ന് ഭഗവാൻ തന്നെ പൊന്നിൻ നാരായം കൊണ്ട് നാക്കിൽ എഴുതി കൊടുത്ത് എന്നാ രക്ഷപ്പെട്ടു പോന്നു. അപ്പോൾ എനിക്ക് 10ാം ക്ലാസ് പോലും പഠിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു അന്ന്. യുവമാരെ കോളേജിലേക്ക് പഠിപ്പിച്ച് എല്ലാവരെയും 3 പേരുണ്ടായിരുന്നു. 3 പേരെയും പഠിപ്പിച്ച് ഓരോരുത്തർക്കും 3 പേർക്കും ഓരോ ജോലിയും കിട്ടി. ഓക്കെ. മൂത്തവൻ SI ആണിപ്പോൾ, രണ്ടാമത്തെ മറ്റേ KSRTC ഒരു സ്റ്റേഷൻ മാസ്റ്ററാണ്, മൂന്നാമത്തത് ഹെൽത്തിൽ ഇൻസ്പെക്ടറാണ്. എല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നേടിയ സൗഭാഗ്യങ്ങളാണ്. അപ്പോൾ ഒരു വീട് നല്ലതുപോലെ ഒന്നുമില്ല, വീടില്ല. അവരെ എന്ന് പറഞ്ഞാൽ ഭാര്യ വീട്ടിൽ കൂടെയാണ് കിടന്നത്. അപ്പോൾ ഒരു വീട് വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വീട് തട്ടിക്കൂട്ടിയും പിള്ളേന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഭഗവാൻ തന്നെ അന്ന് 10-20 പൈസ 10 പൈസയൊക്കെ ഉള്ള കാലമാണ്. അതെ, കുറച്ച് പൈസയൊക്കെ വാരിത്തന്ന് അതിനെ കൊണ്ടുവന്ന് ആ കുഴിക്കകത്തിട്ടിട്ട് തുടങ്ങി ഒരു ചെറിയ വീട് വെച്ച് താമസമായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് സേഫ്റ്റി അല്ലെന്ന് തോന്നി നമ്മൾ അതിനെയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഒരു വാർത്ത കെട്ടിടം ഉണ്ടാക്കി. ഇന്ന് അവിടെയാണ് താമസിക്കുന്നത്. പിന്നെ മകളുടെ കല്യാണമായി അത് എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ ആദ്യം കുറേ പിന്നെ ഒരു പണക്കിഴി കൊണ്ടു തന്നു. അത് പോരെന്ന് തോന്നിയിട്ട് വീണ്ടും ചെന്ന് കുറച്ച് നോട്ടുകൾ കൊണ്ടുവന്ന് മടിയിലിട്ടിയെന്ന്. പിള്ളേ എൻ്റെ ഇത്രയൊക്കെ ഉള്ളു പിള്ളേ, ഇത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഇത് പോയതിൻ്റെ അന്ന് ആലുക്കാസിലുള്ള അതിൻ്റെ മാനേജർ അവിടെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞ് ഈ പിള്ള വലിയ കഷ്ടത്തിലാണ്, ഇതിൻ്റെ മകളെ കല്യാണമാണ്, നിങ്ങൾ കടയിൽ നിന്ന് സാധനം വാങ്ങും, നിങ്ങൾ വല്ലതുമൊക്കെ ഇളവ് ചെയ്ത് കൊടുക്കണം കേട്ടാ എന്ന് പറഞ്ഞു. അത് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നമുക്ക് ഒരു 10 പവൻ പോലും വാങ്ങാൻ നിവർത്തിയില്ലായിരുന്നു. എന്നിട്ട് 10-40 പവനോളം വാങ്ങിച്ച് പിന്നെ അപ്പോൾ ഈ എല്ലാവർക്കും വിലയിട്ടപ്പോഴേ അവർ പറഞ്ഞ് ഒരു 10,000 രൂപ ഭഗവാൻ പറഞ്ഞതുകൊണ്ട് കുറച്ചിട്ടുണ്ട്, അത് കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞ് ബില്ലൊക്കെ കുറച്ചൊക്കെ പൈസ കൊണ്ടുവന്ന് ഇവിടെ വച്ച് തന്നെ കല്യാണം നടത്തി. എല്ലാം മംഗളകര ശുഭമായി നടന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ബാബായി ഇവിടെ എന്ന് പറയും. അപ്പോൾ എൻ്റെ കൂടെ പറയും ഈ തുണിയൊല്ലും കിടപ്പുണ്ടാവുള്ളേ,
കണ്ടം തുണ്ടം തുണി വെച്ച് ഒരു 3-4 കളർ തുണി വെച്ച് എനിക്ക് നിക്കറ് വെച്ചുകൊണ്ട് വരണം. ഇതിപ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ആരും പറയുകയില്ല ഇങ്ങനെയൊന്നും. ഇങ്ങനെ അതൊക്കെ തച്ചു കൊണ്ടുവന്ന് കൊടുക്കും. തച്ചു കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവ കുറേ പൈസ വാരിയിട്ട് തരും. പൈസ വാരിയിട്ട് തരുമ്പോൾ ഞാൻ പറയും ഇതിൻ്റെ ഒന്നും ഇത് ഒരു വിലയുള്ളതൊന്നും അല്ല, ഇത് വേണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങളെ ആവശ്യം, ഇത് എൻ്റെ ആവശ്യം തരുന്നത് എന്ന് പറയും. ശരി വാങ്ങും. അങ്ങനെ എനിക്ക് ഒരു ദിവസം എൻ്റെ കൂടെ പറഞ്ഞ്, പിള്ളേ നീ തമിഴറിയാമല്ലോ അല്ലേ? ഓ, എന്നാലേ എൻ്റെ കയ്യിൽ കുറേ ഗ്രന്ഥങ്ങളിരിക്കുന്നു. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് മലയാളത്തിൽ പകർത്തി തരണം, പറ്റുമോ എന്ന് ചോദിച്ച്. അന്നിവിടെ തമിഴറിയാവുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാനെന്ത് ചെയ്ത് ഒരു 10-20 ബുക്കും വാങ്ങിച്ച് തന്ന് കുറേ പേനയും ഒക്കെ കൂടെ വാങ്ങി തന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞ് ഇതെല്ലാം പകർത്തി തരണം, എല്ലാം വൈദ്യശാസ്ത്രമാണ്. ഞാൻ ഇതിനെയൊക്കെ അപ്പോൾ നോക്കിയ ചെമ്പത്തകടിലൊക്കെയാണ് ഇത് കുറിച്ച് വെച്ചേക്കുന്നത്. അത് ഇപ്പോൾ അക്ഷരം പോലും വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇത് ഇല പറിച്ച് തേച്ചാൽ ഈ അക്ഷരം തെളിഞ്ഞു വരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി ലെൻസൊക്കെ വച്ചിട്ടാണ് ഓരോ അക്ഷരവും കണ്ടുപിടിച്ച് ബുക്കുകളിൽ കുറേ പകർത്തി. അതിൽ കുറേ എണ്ണമാണ് RV ഡോക്ടറൊക്കെ കൊടുത്ത് ആയുർവേദത്തിൻ്റെ കുറേ മരുന്നുകളൊക്കെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചത്, മനസ്സിലായി ആളുകൾ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ധാരാളം പിന്നെ ബുക്കുകൾ വാങ്ങിച്ച് തന്ന് പേന, ബുക്ക് ഇതെല്ലാം പകർത്തി കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേ പിന്നെ അദ്ദേഹം എവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വരണമെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ കുറേ രൂപ എടുത്തുകൊണ്ട് വന്ന് അങ്ങിടും. കൊണ്ടുപോയി ഇത്രേ ഉള്ളുള്ള എൻ്റെ എന്ന് പറയും. അത് എത്രയെന്ന് കണക്കാക്കാനൊക്കില്ല. അങ്ങ് വാരിക്കൊണ്ടുവന്ന് തരുന്നില്ല. ഇങ്ങനെ ധാരാളം ബുക്കുകൾ പകർത്തി കൊടുക്കുമ്പോഴൊക്കെ വലിയ സന്തോഷവാനായിരുന്നു ഭഗവാനെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഗുരുക്കന്മാരെ പലരെയും അന്വേഷിച്ച് നടന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം കണ്ടെത്തിയതാണ് ഭഗവാനെ. അത് ഞാൻ പോയി പെട്ടതൊക്കെ എവിടെ ദുർമന്ത്രവാദികൾ, ഈ ഡൂപ്പ് സന്യാസിമാരുണ്ടല്ലോ, അത് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നെറ്റിയിലെ വിഭൂതിപ്പട്ടൈ, കഴുത്തിലെ രുദ്രാക്ഷക്കൊട്ടൈ, ഇടുപ്പിലെ 4 മുളം കുട്ടൈ, ഇതൊക്കെ കെട്ടിക്കൊണ്ട് സന്യാസി വേഷം ധരിച്ച് നടക്കുന്ന കേട്ടോ ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്. അവനൊന്നും സന്യാസിയല്ല, കുടിയേം കടുവറിയേം കുടുംബനിറയില്ലാത്തവൻ, തടിയേം തായ്ക്ക് ഉതവാത്തവൻ, ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർ ധാരാളം പേരുണ്ട്. അവന്മാരെ അടുത്തൊക്കെ ചെന്ന് വിഴുന്നു കൊടുത്താൽ ജന്മം പാഴും. അവസാനം വന്നെത്തിയത് ഒരു ലോകത്ത് തന്നെ ഇതേപോലെ ഒരു പിന്നെ സിദ്ധനെ അല്ലെങ്കിൽ സന്യാസിയെ കാണാൻ ഈ കള്ളിക്കാട് പഞ്ചായത്തിലുള്ള ആർക്കും തന്നെ കഴിയില്ല. ഇവിടെ കൂരിരുട്ടും കേട്ടോ, പ്രകാശമില്ലാത്ത അനീതി, അക്രമം, അഴിഞ്ഞാട്ടം, കൊല, കൊള്ളിവെപ്പ്, പിടിച്ചുപറി, മോഷണം, ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നടന്ന സ്ഥലമാണ്. രാത്രികാലങ്ങളിൽ ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഈശ്വരൻ എന്താണെന്നോ ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്നോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കാലത്ത് ഇവിടെ ഈ നാമം ഉച്ചരിക്കാനും ഒരു മണ്ഡപം ഉണ്ടാക്കി അവിടെ ആൾക്കാരെ ഇരുത്തി നാമം പറയിപ്പിക്കാനും ഒക്കെ ശ്രമിച്ച മഹാനായ ഒരു യോഗിയും കേട്ടോ. നാം ഇനിയൊരു ജന്മം ജനിച്ചു വന്നാൽ പോലും ഇത്തരത്തിലൊരു യോഗിയെ കാണാൻ കഴിയില്ല. പലരുമുണ്ട്, എന്നാലും പിന്നെ അതൊക്കെ വേഷം കെട്ടലാണ്, മറ്റുള്ളവരുടെ ധനം മോഹിക്കുന്നവരാണ്. ഇതങ്ങനെയൊന്നുമില്ലാതെ ഈ ഉണ്ടാക്കുന്ന ധനത്തിന് മുഴുവനും കൊടുത്തിട്ട് 1-2 രൂപ അതിൽ നിന്ന് എടുത്ത് സ്വന്തം ആവശ്യത്തിന് ചിലവാക്കുകയും, മനസ്സിലായില്ലേ, അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനൊന്നും പറഞ്ഞൊന്നും നീക്കി വയ്ക്കാതെ ഇങ്ങനെ ഒരു സന്യാസിയെ അല്ലെങ്കിൽ ഒരു സിദ്ധനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുമില്ല, ഇനിയോട്ട് കാണാനും കഴിയില്ല. എനിക്ക് പറയാനുള്ള ഇത്രയുള്ളൂ. ഒരുപാടുണ്ട്, ഇത് പറഞ്ഞാൽ തീരാത്തതാണ്. എന്നാലും ഈ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. കാലത്തെ 50 വർഷത്തെ ഒരിക്കൽ ഞാൻ പറഞ്ഞ്, ഭഗവാനെ ഞാൻ പിന്നെ ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള മോഹം മനസ്സിലുണ്ട്, തമിഴ്നാട്ടിലേക്ക് പോയാൽ എങ്ങനെയാണ് കാണുക എന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞ് അത് എന്തിനു പിള്ളേ അങ്ങനെ ഇങ്ങി വരണേ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഞാൻ വരും, എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി എന്ന് പറഞ്ഞു.
സംഭവം യഥാർത്ഥമാണ്. യഥാർത്ഥമാണ്. ഭഗവാനെ ഇപ്പോഴും കണ്ണടച്ചാൽ കാണുന്നത് ആരെ? ഭഗവാനെ തന്നെ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അത്തരത്തിലൊരു മഹാനായ ഒരു വ്യക്തിയെ ലോകത്ത് ഒരിടത്തും കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതെ, സത്യം. അപ്പോൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നില്ല എന്നല്ലാതെ പിന്നെ ഇത് നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. മറ്റേ അകത്ത് വച്ച് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പുറത്ത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പറയുന്നില്ല. ഒരു ദിവസം മുഴുവനും പറഞ്ഞാൽ തീരാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. എന്നെ ഞാനാക്കിയത് ഭഗവാനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് എല്ലാം ഉണ്ട്. ഇന്ന് ഒന്നുമില്ലാതെയല്ല, എല്ലാം ഉണ്ട്. കറിക്കിടകടമുണ്ട്. മക്കളെല്ലാം പിന്നെ ഓരോരുത്തരും നല്ല നിലയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അത് ഇന്നത്തേക്ക് ഈ ചാനലിൽ എനിക്ക് അവസരം തന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ മതിയാക്കുന്നു. ഇത്രയും സമയം ഭഗവാന്റെ കാര്യങ്ങൾ ഒരു ഇടതഴിവില്ലാതെ ഞാൻ തന്നെ മിണ്ടാതിരിക്കുകയായിരുന്നു. കാരണം എനിക്കൊന്നും പറയാനായിട്ടുള്ള അവസരമൊന്നും കിട്ടിയില്ല. കാരണം അണ്ണൻ തന്നെ ഇങ്ങനെ നിർത്താതെ ഭഗവാനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ നാക്ക് അത്ര ശക്തമായി പറഞ്ഞു വെക്കൊണ്ടിരുന്നതുകൊണ്ട് എനിക്കൊന്നും തന്നെ പറയാനില്ലായിരുന്നു. ഈ ഇന്ന് കാണുന്ന നിർമ്മിതികളിലെല്ലാം ഞാനും പങ്കാളിയാണ്. എനിക്കറിയാം. അതുകൊണ്ട് ഇത്രയും സമയം ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എനിക്കുമുണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 മണിക്ക് ഭക്ഷണം കഴിച്ച് തലയിറങ്ങും. അത് തന്നെ. എൻ്റെ പേരിൽ നന്ദി. എനിക്കും 1000 നന്ദി അർപ്പിക്കാനുണ്ട്.